SKN40 രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയയ്ക്ക് ഉജ്ജ്വല തുടക്കം. ലഹരി മാഫിയയുടെ പിടിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്നതാണ് ഒരു വർഷം നീളുന്ന പ്രചാരണ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഫ്ലവേഴ്സിന്റെ പിന്തുണയോടെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന വലിയ മുന്നേറ്റത്തിന് രാഷ്ട്രീയ സാംസ്കാരിക കേരളം ഒറ്റക്കെട്ടായി പിന്തുണച്ച് രംഗത്തെത്തുകയാണ്. ഈ ക്രിമിനലുകളുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് സംവിധാനങ്ങളെ കടന്നുപോകാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ആഭ്യന്തര വകുപ്പും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും എക്സൈസ് വകുപ്പും സംയുക്തമായി തീരുമാനിച്ചാൽ ജനങ്ങളുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയും പിന്തുണയുണ്ടെങ്കിൽ ഈ അവസാന നാരായ പേരും ഈ രാസലഹരിക്കാരനെ നമുക്ക് അറുത്തു വീഴ്ത്താൻ കഴിയും. വലിയ ലക്ഷ്യം, ഒത്തൊരുമിച്ച പോരാട്ടം. ലഹരി എന്ന മഹാവിപത്തിനെ കേരള മണ്ണിൽ നിന്ന് തുടച്ചെറിയാൻ ആരംഭിച്ച SKN40 രണ്ടാം ഘട്ടം ജ്യോതിർഗമയയ്ക്ക് വൻ ജനപിന്തുണ. വിദ്യാലയങ്ങളിലും കോളേജുകളിലും വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് 24 സംഘടിപ്പിക്കുന്നത്. മയക്കുമരുന്ന് മഹാവിപത്ത് എന്ന പ്രചാരണ പരിപാടിക്ക് തുടക്കമായപ്പോൾ വിദ്യാർത്ഥി പിന്തുണയുടെ വലിയ വേദിയായി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂൾ മാറി. ശ്രീകണ്ഠൻ നായർ ഫ്ലവേഴ്സ് ചാനലിന്റെ ചീഫ് എക്സിക്യൂട്ടീവിന്റെ നേതൃത്വത്തിൽ കേരളം ഒട്ടാകെ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നടത്തിയ യാത്രയുടെ ഭാഗമായി രണ്ടാം ഘട്ട യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഒരു ടെലിവിഷൻ ചാനൽ എന്നുള്ള നിലയിൽ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏറ്റെടുത്തത് ന്യൂസ് 24 എന്ന് പറഞ്ഞ ചാനൽ മാത്രമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. SKN40 ആദ്യഘട്ടത്തിന്റെ യാത്രാനുഭവങ്ങളിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ച് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിനെ മുഖ്യമന്ത്രി അതിഗൗരവമായാണ് സമീപിച്ചതെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ്. ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും സമർപ്പിച്ചിരുന്നു. വളരെ ഗൗരവത്തോടു കൂടിയാണ് മുഖ്യമന്ത്രിയും സർക്കാരും അതെടുത്തത്. ജ്യോതിർഗമയയ്ക്ക് ആശംസകൾ നേർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും. വായനയിലൂടെ, അറിവിലൂടെ, ആ അറിവ് തേടിയുള്ള നമ്മുടെ അന്വേഷണമായിരിക്കണം നമ്മുടെ ലഹരി. നമ്മളെ ലഹരി ഇനി അതിന് നമ്മൾ അടിമപ്പെടില്ല. നമുക്ക് പരിചയമുള്ള ഒരാളെയും അതിൻ്റെ അടിമയാക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന വാശിയോടുകൂടി ചെയ്യണം. അപ്പോഴാണ് ശ്രീകണ്ഠൻ നായരുടെ ഈ മഹാദൗത്യം അത് ലക്ഷ്യത്തിലെത്തുന്നത്. ജ്യോതിർഗമയ വിതറുന്ന വെളിച്ചം ഭാരതത്തിൻ്റെ യുവ സമ്പത്തിൻ്റെ കരുത്ത് പുതുതായി റീബിൽഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് സഹായകരമാവും വിധം ഇത് ശ്രദ്ധയോടെ മനസ്സിലാക്കി ആവാഹിച്ച് ഒരു രാജ്യത്തിൻ്റെ തന്ത്രമായി നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹാൻഡിലായി മാറണമെന്ന് മാത്രമാണ് എനിക്ക് ഉത്തരവാദിത്വമുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്നലെ 24 സംപ്രേഷണം ചെയ്ത ജ്യോതിർഗമയ പ്രത്യേക ഷോ ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ വലിയ സന്ദേശമായി മാറി. ലഹരി വ്യാപനത്തെ ചെറുത്തു തോൽപ്പിക്കാൻ മികച്ച ആശയങ്ങൾ പങ്കുവച്ച് വിദ്യാർത്ഥികൾ പങ്കെടുത്ത ലൈവ് സിംപോസിയം ഈ ഗണത്തിൽ ആദ്യത്തെ ഉദ്യമമായി. പിന്നെ ലഹരിയെ തുടച്ചു നീക്കാനായിട്ട് എനിക്ക് തോന്നിയ വലിയൊരു കാര്യമാണ് നമ്മുടെ ഈ അഡിക്ഷൻ സെന്ററുകൾ, അതുപോലെ അനാഥാലയങ്ങൾ എന്നിങ്ങനെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് മാസത്തിൽ ഒരു തവണയെങ്കിലും വിദ്യാർത്ഥികളെ അവിടേക്ക് ഇടയ്ക്കൊന്ന് സന്ദർശനത്തിനായിട്ട് കൊണ്ടുപോകണം. അത് ലഹരിയെ നീക്കാൻ വലിയൊരു കാര്യമാണ്. കേരളത്തിൽ ഉടനീളമുള്ള വിദ്യാർത്ഥി സമൂഹം ജ്യോതിർഗമയയ്ക്ക് ഐക്യദാർഢ്യവുമായി എത്തി. കുട്ടികളെ സ്വാധീനിക്കുന്ന ഈ കലാകായിക പ്രവർത്തനങ്ങൾ വഴി ലഹരിയെ തുടച്ചു നിൽക്കാൻ നമുക്ക് പൂർണ്ണമായും കഴിഞ്ഞില്ലെങ്കിലും ഭാഗികമായെങ്കിലും നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. ഇനിയും 24 ന്യൂസ് ചാനലിന് ജ്യോതിർഗമയ എന്ന ഈ പരിപാടിയായി മുന്നോട്ട് വിജയകരമായി പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കരുത്തുറ്റ ചുവടുമായി 24 ലഹരി വിരുദ്ധ പോരാട്ടം ജ്യോതിർഗമയ ജനഹൃദയങ്ങളിലേക്ക്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.